തിരുവനന്തപുരം കിളിമാനൂരിൽ ഹരിതകർമ്മസേനാംഗത്തിന് സൂര്യാതപമേറ്റു. കിളിമാനൂർ സ്വദേശി ലതികയ്ക്കാണ് പൊള്ളലേറ്റത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എപ്പോഴാണ് ഇവർക്ക് പൊള്ളലേറ്റത്? ഗുരുതരമാണോ ഇത്? അമൽ, ഗുരുതരമല്ല. കിളിമാനൂർ ടൗണിലെ കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനിടെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഹരിതകർമ്മ സേനാംഗത്തിന് സൂര്യാതപമേറ്റത്. പഴയകുന്നുമേൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗവും കിളിമാനൂർ സ്വദേശിയുമായ ലതിക, 56 വയസ്സാണ് ലതികയുടെ ശരീരത്തിലാണ് ഇത്തരത്തിൽ പൊള്ളലേറ്റത്. കയ്യിലും കാലിലും കഴുത്തിലും ശരീരത്തിലും പൊള്ളലേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ലതികയെ ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതർ അടയമൺ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. പരിക്ക് ഗുരുതരമല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പകൽ സമയത്ത് പ്രത്യേകിച്ച് ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ അടക്കമുള്ളവർ അവർ തൊഴിലിനായി നിരത്തിലുണ്ട്, കർമ്മനിരതരായി നിരത്തിലുണ്ട്. സ്വാഭാവികമായും ശ്രദ്ധിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെ വിധത്തിൽ, അതായത് ഒരുപാട് ജലം കുടിക്കണം, പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിലേൽക്കുന്നത് ഒഴിവാക്കണം തുടങ്ങിയ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അത് കർശനമായി പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം അടുത്തൊരു 2-3 ദിവസം കൂടി സംസ്ഥാനത്ത് ഈ കനത്ത ചൂട് തുടരാൻ സാധ്യതയുണ്ട്. അതേസമയം അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴയ്ക്ക് കൂടി സാധ്യതയുണ്ടെന്നുള്ള പ്രവചനം വരുന്നുണ്ട്. അത് ആശ്വാസകരമാണ്. അടുത്ത 3-4 ദിവസത്തിന് ശേഷം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴ ലഭിക്കും പലയിടങ്ങളിലും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ശരി അലക്സ്, തിരുവനന്തപുരം കിളിമാനൂരിലാണ് ഹരിതകർമ്മ സേനാംഗത്തിന് സൂര്യാതപമേറ്റിരിക്കുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം സൂര്യാതപമേൽക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഈ വേനൽക്കാലത്ത് കൃത്യമായി പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.